വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ വകുപ്പ് വിഭജനം വൈകുകയാണ്. വകുപ്പുകളിൽ തീർപ്പാകാത്തതിന് പുറമെ മുസ്ലിം ലീഗുമായും അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് പകരം മുസ്ലിം ലീഗ് ഫിഷറീസ് ആവശ്യപ്പെട്ടുവെങ്കിലും കോൺഗ്രസ് തയ്യാറല്ല എന്നാണ് വിവരം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിട്ടു നൽകാനുള്ള നീക്കത്തിൽ ലീഗിലും അതൃപ്തിയുണ്ട്. ചില തർക്കങ്ങളുണ്ടെന്നും ഇന്ന് തന്നെ വകുപ്പ് വിഭജനം പൂർത്തിയാക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. അനുജ, ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ടാണ് വകുപ്പ് വിഭജനത്തിൽ ഏറ്റവും വലിയ തർക്കം ഉടലെടുത്തിരിക്കുന്നത്. മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലാണ് ഫിഷറീസിന്റെ കാര്യത്തിൽ തർക്കം. അനുജ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ലത്തീൻ സഭയ്ക്ക് ഫിഷറീസ് വകുപ്പ് ലത്തീൻ സമുദായത്തിൽ നിന്നുള്ള ഒരാളെ ഏൽപ്പിക്കണം എന്നതാണ് അവരുടെ ആവശ്യം. ഇന്നലെ ലത്തീൻ മന്ത്രിയുടെ പ്രാതിനിധ്യം കുറഞ്ഞു പോയതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനായി തിരുവനന്തപുരം ലത്തീൻ രൂപത ആസ്ഥാനത്ത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പോയിരുന്നു. അപ്പോൾ തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ അടക്കമുള്ള ആളുകൾ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. പിന്നീട് അവർ പരസ്യമായും അത് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അവർ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഈ ഫിഷറീസ് വകുപ്പ് സഭാംഗത്തിന് നൽകണമെങ്കിൽ അത് ഷിബു ബേബി ജോണാണ് നൽകേണ്ടത്. അദ്ദേഹം ഇപ്പോൾ വനമന്ത്രി ആകുമെന്ന് ഉറപ്പിച്ച് വനംവകുപ്പുമായി ബന്ധപ്പെട്ട നടപടികൾ നീക്കിക്കഴിഞ്ഞു. 24/7 കോൾ സെൻറ്റർ വനംവകുപ്പ് ആസ്ഥാനത്ത് ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ തേടുന്നതിനായുള്ള കോൾ സെൻറ്റർ അടക്കം രൂപീകരിക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തി അദ്ദേഹം വനംവകുപ്പിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ ഘട്ടത്തിൽ തിരിച്ച് അദ്ദേഹത്തിന് വനംവകുപ്പ് എടുത്ത് ഫിഷറീസ് ഏൽപ്പിക്കണം എന്ന് വിചാരിച്ചാൽ പോലും അതിന് കുറച്ച് തടസ്സങ്ങളുണ്ട്. എന്നാൽ ഫിഷറീസ് വകുപ്പ് തങ്ങളുടെ കൈവശം വേണമെന്നാണ് കോൺഗ്രസിൻ്റെ ആവശ്യം. ലീഗ് ആകട്ടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിട്ടുകൊടുത്തതിന് പകരം ഈ ഫിഷറീസ് വകുപ്പ് തങ്ങൾക്ക് വേണമെന്ന് ആവശ്യം നിൽക്കുന്നു. ഇതാണ് വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കീറാമുട്ടി. മുതിർന്ന മന്ത്രിയായ A.P. അനിൽകുമാറിനടക്കം ഇപ്പോൾ വൈദ്യുതി വകുപ്പ് നൽകുന്നു. അദ്ദേഹത്തിന് വൈദ്യുതിക്കൊപ്പം മറ്റൊരു വകുപ്പ് കൂടി നൽകേണ്ടതുണ്ട്. അതിൻ്റെ അടക്കം കാര്യങ്ങൾ തീരുമാനമാകാതെ പോവുകയാണ്. മന്ത്രിസഭയിലെ തന്നെ ഏറ്റവും സീനിയറായ മന്ത്രിമാരിൽ ഒരാളാണ് A.P. അനിൽകുമാർ. KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് ഉചിതമായ ഒരു വകുപ്പ് ലഭിക്കാത്ത പ്രശ്നമുണ്ട്. അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. കൃഷി വകുപ്പ് TCDക്ക് ഏറ്റെടുക്കുമെന്ന് പറയുന്നെങ്കിലും അനൂപ് ജേക്കബിൻ്റെയും കാര്യത്തിലും അതേ വകുപ്പ് തന്നെ പറയുന്നുണ്ട്. അനൂപ് ജേക്കബിന് സിവിൽ സപ്ലൈസ് ഭക്ഷ്യ വകുപ്പ് നൽകുന്നതാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന അങ്ങനെയും പറയുന്നുണ്ട്. എന്നാൽ ഇത്തരം കാര്യങ്ങളൊക്കെ പെട്ട് ഈ വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം തീരുമാനം വൈകുകയാണ്.